പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവർഷം പിറന്നു. മാന്യ പ്രേക്ഷകർക്ക് KCV ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ മത്സ്യഗ്രാമങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തോട്ടപ്പള്ളി മത്സ്യഗ്രാമത്തിൽ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സർക്കാർ 100 മത്സ്യഗ്രാമങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ 6 മത്സ്യഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി, അഴീക്കൽ മത്സ്യഗ്രാമങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 100% കേന്ദ്ര സഹായത്തോടെയാവും പദ്ധതി നടപ്പാക്കുക. ഓരോ മത്സ്യഗ്രാമങ്ങളിലെയും തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ വരുമാനദായക പദ്ധതികളും മത്സ്യഗ്രാമത്തിലെ പൊതുവായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമാണ് പദ്ധതി വഴി നടപ്പാക്കുന്നത്. 2 കോടി രൂപ ഇതിനായി ഓരോ മത്സ്യഗ്രാമത്തിനും അനുവദിക്കും. പദ്ധതിയുടെ DPR തയ്യാറാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവിടങ്ങളിൽ 1.17 കോടി രൂപ ചെലവിൽ മൾട്ടിപർപ്പസ് കേന്ദ്രങ്ങൾ നിർമ്മിക്കും. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വിവരങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സെന്ററിൽ നിന്ന് ലഭിക്കും. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ താമസിപ്പിക്കുന്ന താൽക്കാലിക കേന്ദ്രങ്ങളാക്കിയും ഇത് മാറ്റുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. മത്സ്യപ്രവർത്തകർക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിശീലനവും ഇവിടെ നിന്ന് നൽകും. മത്സ്യം ഉണക്കാനായി 9 ആധുനിക പോർട്ടബിൾ ഡ്രയറുകൾ സ്ഥാപിക്കും. ജീവൻ രക്ഷാ ഉപകരണമായ ലൈഫ് ജാക്കറ്റ് 50 പേർക്ക് നൽകും. പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. H. സലാം MLA, ഫിഷറീസ് അഡീഷണൽ ഡയറക്ടർ സ്മിത R. നായർ, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS. സുദർശനൻ, ജോയിന്റ് ഡയറക്ടർമാരായ H. സലീം, AP. സതീഷ് കുമാർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യംസ്, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B. ഷാനവാസ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുവർഷ പുലരിയിൽ കുട്ടനാട് MLAയുടെ ഓഫീസ് പടിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം. വിയപുരം ഗ്രാമപഞ്ചായത്തിനോട് MLA അവഗണന കാട്ടുന്നതാണെന്ന് ആരോപിച്ച് വൈസ് പ്രസിഡന്റ് PA ഷാനവാസും ഗ്രാമപഞ്ചായത്ത് അംഗം M. ജഗേഷുമാണ് പ്രതിഷേധിച്ചത്. വികസന കാര്യത്തിൽ വിയപുരം പഞ്ചായത്തിനെ കുട്ടനാട് MLA തോമസ് കെ തോമസ് അവഗണിക്കുകയാണെന്ന് ആരോപിച്ചാണ് ജനപ്രതിനിധികൾ പ്രതിഷേധ സമരവുമായി നെടുമുടിയിലെ MLA ഓഫീസിന് മുന്നിലെത്തിയത്. പൊതുപ്രവർത്തകൻ KS. ശ്രീകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. S. സുജിത് അധ്യക്ഷനായിരുന്നു. വിയപുരം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് യാതൊരുവിധ വികസന പദ്ധതികളും നടത്തുന്നില്ലെന്ന് ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. പരാതികൾ അറിയിക്കുമ്പോൾ നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിനായി വാക്കാൽ ഫണ്ട് അനുവദിക്കുക മാത്രമാണ് MLA ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടോ വിയപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് മാത്രം തടസ്സമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിരിക്കുന്നത്. ഈ 4 വർഷക്കാലം ഒരു തരി മണ്ണ് പോലും ഒരു റോഡ് പണിക്ക് വിയപുരം പഞ്ചായത്തിലേക്ക് അദ്ദേഹം തന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിഷേധം വ്യാപകമാകുന്ന അവസരത്തിൽ ഹരിപ്പാട് ബ്ലോക്ക് ഓഫീസിൽ നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് റോഡ് എസ്റ്റിമേറ്റ് എടുത്ത് പോകുന്നതല്ലാതെ, ഇതൊരു സ്ഥിര സംവിധാനമായി പോകുന്നതല്ലാതെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഒരു കല്ലിടാൻ വേണ്ടി പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിഷേധം വ്യാപകമാകുമ്പോൾ ഫണ്ടുകൾ കൂട്ടിക്കൂട്ടി പ്രഖ്യാപിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് വേണ്ട പരിഗണന തരാത്തതിലുള്ള പ്രതിഷേധം കൊണ്ടാണ് MLAയുടെ ഓഫീസ് പടിക്കൽ ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടതായിട്ട് വന്നത്. 1,42,00,000 രൂപയുടെ പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് MLA പറയുന്നത്. 3 സാമ്പത്തിക വർഷം പിന്നിടാറായിട്ടും ഒരു പ്രവൃത്തി പോലും തുടങ്ങിയിട്ടില്ല. പരാതികൾ വ്യാപകമാകുന്നതോടെ MLA ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെയും അവലോകന യോഗം വിളിക്കാറുണ്ടെങ്കിലും പദ്ധതികൾ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല. അവഗണന അവസാനിപ്പിച്ച് വിയപുരത്തിന്റെ വികസനം നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ആവശ്യം. അതേസമയം സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് MLAയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം. മറ്റു പഞ്ചായത്തുകളെ പോലെ തന്നെ വിയപുരം ഗ്രാമപഞ്ചായത്തിനും പരിഗണന നൽകുന്നുണ്ടെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു. നാളിതുവരെ ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച പുണ്യചരിതരും മഹാരഥന്മാരുമായ പിതാക്കന്മാർ അതിരൂപതയുടെ സുഹൃതമാണെന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്. മാർ തോമസ് തറയിലിന്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെയും മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും സമാപനാഘോഷം അതിരൂപത കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശംസകൾ നേരുന്നത് സമുചിതമായ കാര്യമാണ്.
അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതിരൂപതയുടെ പിതാക്കന്മാരോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധികാരികളോടും ചേർന്ന് നമ്മുടെ അതിരൂപതയിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന കേന്ദ്ര കാര്യാലയങ്ങളിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യവും ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗരോഹിത്യ സ്വീകരണ ജൂബിലികളോടനുബന്ധിച്ച് ലളിതമായ ആഘോഷങ്ങളാണ് അതിരൂപതയിൽ ക്രമീകരിച്ചത്. ഡിസംബർ 31 ചൊവ്വാഴ്ച 3 മണിക്ക് അതിരൂപതയിലെ വിവിധ വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരും അതിരൂപത കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന വൈദികരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്ത അനുമോദന സമ്മേളനം നടന്നു. മാർ തോമസ് പാടിയത്ത്, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്, മോൺസിഞ്ഞോർ ജോൺ തെക്കേക്കര, ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, സിസ്റ്റർ ആൽഫി DSJ, ലാലിച്ചൻ മറ്റത്തിൽ, തോമസ് കുട്ടി PK എന്നിവർ സംസാരിച്ചു. മാർ തോമസ് തറയിൽ, മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. നെടുമുടി തകഴി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പൂക്കൈതയാറിന് കുറുകെ നിർമ്മിക്കുന്ന പടഹാരം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. കുട്ടനാട്ടുകാർക്കുള്ള പുതുവർഷ സമ്മാനമായി പാലം അടുത്തു തന്നെ നാടിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. കുട്ടനാട്ടുകാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ തകഴി നെടുമുടി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പൂക്കൈതയാറിന് കുറുകെ പടഹാരം പാലം ഒരുങ്ങുകയാണ്. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അപ്രോച്ച് റോഡുകളുടെ മെറ്റലിംഗ് പൂർത്തിയാക്കി ടാറിംഗ് ജോലികളിലേക്ക് കടക്കുകയാണ്. പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുന്നു. റോഡിൽ നിന്നും നടപ്പാതയിലേക്ക് കയറുന്നതിനുള്ള പടിക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. 2016-17 ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ 57.83 കോടി രൂപ ചെലവഴിച്ചാണ് പടഹാരം പാലം നിർമ്മിക്കുന്നത്. 2019 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G. സുധാകരനാണ് പാലം നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി പരിഗണന നൽകിയാണ് നിർമ്മാണം. 453 മീറ്റർ ദൈർഘ്യവും 7.5 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ വശങ്ങളിൽ അല്പം താഴെയായി 1.70 മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട്. ഇരുവശങ്ങളിലുമായി കേരളീയ തനിമയിൽ നിർമ്മിച്ചിട്ടുള്ള വാച്ച് ടവറുകളാണ് പ്രധാന ആകർഷണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരുവാറ്റ കുപ്പപ്പുറം റോഡിലെ പടഹാരം പാലം തുറന്നുകൊടുക്കുന്നതോടെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സർവീസിലിരിക്കെ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. H. സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മോശമല്ലാത്തൊരു തുക അത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ നൽകാൻ കഴിയുന്നു എന്നൊരു പ്രധാന സ്കീമാണ്. നഷ്ടപ്പെട്ടു പോയ ആ ജീവനുകൾക്ക് പകരമാവില്ല ഒരു സംഖ്യയും നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ആ കുടുംബത്തിന്റെ ശിഷ്ടജീവിതത്തിൽ അവരോടൊപ്പം നിങ്ങളുണ്ട് എന്ന ഒരു ബോധ്യം അത് നിശ്ചയമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സ്കീം തന്നെയാണ് നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. ദീർഘമായതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പോലീസ് സേനാ അംഗങ്ങളുടെ ഒരു ജോലി എത്രമാത്രം സമൂഹത്തിന് പ്രയോജനപ്രദമാണെന്നും ആ ചെയ്യുന്ന ജോലിയെല്ലാം എത്ര ബുദ്ധിമുട്ടിയുള്ളതാണ് എന്നെല്ലാം നമുക്ക് തമ്മിൽ അറിയുന്ന കാര്യം. അത് ജോലി ഭാരം ഇങ്ങനെ എപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റേഷന്റെയും ജോലിയിൽ വർദ്ധിച്ചു വരുന്ന ജോലി ഭാരത്തെ കുറിച്ച് ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ പോലീസ് മേധാവി ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചില സ്റ്റേഷൻ ഇപ്പോൾ എന്റെ മണ്ഡലത്തിൽ പല സ്റ്റേഷനുകൾ നോക്കിയാൽ പുന്നപ്ര സ്റ്റേഷനിൽ 2 സ്റ്റേഷൻ നോക്കിയാലും അവിടുത്തെ ഒരു ജോലിയുടെ ഒരു ഭാരം നമുക്കറിയാം. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിലെ അംഗങ്ങളും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്ന പ്രേംകുമാർ, സുധീഷ്, കായംകുളം സ്റ്റേഷനിലെ സുനീഷ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായധനം നൽകിയത്. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഘടിപ്പിച്ച സഹായധന വിതരണത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP ധനേഷ് അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ IPS മുഖ്യപ്രഭാഷണം നടത്തി. അഡീഷണൽ SP S. അമ്മിണിക്കുട്ടൻ, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി S. സന്തോഷ്, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് V. വിവേക്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം CR ബിജു, പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് N. ഹാഷിർ എന്നിവർ സംസാരിച്ചു. ഹൗസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ AS. ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു. കുട്ടനാട്ടിലെ പ്രമുഖ CPM നേതാവായിരുന്ന PV അനിരുദ്ധന്റെ 7ാമത് അനുസ്മരണ സമ്മേളനം പാർട്ടി ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA KK ഷാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കരുത്തുറ്റ സംഘാടകനും പാർട്ടിയിലെ ജനകീയനായ നേതാവുമായിരുന്നു PV അനിരുദ്ധനെന്ന് KK ഷാജു അനുസ്മരിച്ചു. അദ്ദേഹവുമൊത്തുള്ള ഓർമ്മകളും മുൻ MLA പങ്കുവച്ചു.
അന്ന് യാത്ര ചെയ്യാൻ അരുൺ പറഞ്ഞതുപോലെ യാത്ര ചെയ്യാൻ വേറെ മാർഗമൊന്നും നടന്നു പോകാമെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ DYFയുടെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി. ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഈ പാടശേഖരങ്ങളുടെ പുറം വണ്ടിയിൽ പബ്ലിക് മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അത് മിക്കവാറും ഇഞ്ചന്തറയെല്ലാം ഈ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിലാണെന്ന് എനിക്കറിയാം. അവിടങ്ങളിലൊക്കെ ഉള്ള 1ഉം 2ഉം തൊഴിലാളികളെ വളരെ ശ്രമകരമായി സംഘടിപ്പിച്ച് കരുത്തുറ്റ ഒരു തൊഴിലാളി പ്രസ്ഥാനം ആ മേഖലയിൽ രൂപപ്പെടുത്താൻ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും കാര്യം വരുന്നത്. ഇത് 3 പേരാണ്. അതിലേറ്റവും പ്രധാനി അനുദൻ സാറാണ്. മങ്കമ്പ് തെക്കേക്കരയിലെ NGO യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ G. രാമചന്ദ്രൻ അധ്യക്ഷനായി. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ KS അനിൽകുമാർ, P. സജിമോൻ, TG ജലജകുമാരി എന്നിവർ സംസാരിച്ചു. ദീർഘകാലം CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിച്ചിട്ടുള്ള PV അനിരുദ്ധൻ കുട്ടനാട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുള്ള നേതാവായിരുന്നു. പുതുവത്സര ദിനത്തിൽ ഉത്സവ ഛായ പകർന്ന തലവടി ചുണ്ടന്റെ നാട്ടിൽ നിന്നും വെപ്പ് A ഗ്രേഡ് വള്ളമായ നെപ്പോളിയൻ നീരണിഞ്ഞു. തലവടി ചുണ്ടൻ നീരണിഞ്ഞതിന്റെ 2ാം വാർഷിക ദിനത്തിലാണ് നെപ്പോളിയൻ കളിവള്ളം നീരണിഞ്ഞത്. നെപ്പോളിയൻ വെപ്പ് A ഗ്രേഡ് വള്ളത്തിന്റെ നീരണിയലിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ റോബിൻ വർഗീസ് നേതൃത്വം നൽകി. നീരണിയൽ ചടങ്ങ് മുഖ്യശില്പി സാബു നാരായണനാചാര്യയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ചടങ്ങിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ, വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, പഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, തലവടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KE എബ്രഹാം, തലവടി ചുണ്ടൻവള്ളം സമിതി പ്രസിഡന്റ് ഷിനു S. പിള്ള, ജനറൽ സെക്രട്ടറി റിക്സൺ എടത്തിൽ, ട്രഷറർ അരുൺ പുന്നശ്ശേരിൽ, വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ, ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, പ്രകാശ് പനവേലി, വിവിധ വള്ളംകളി സമിതി ഭാരവാഹികൾ, നെപ്പോളിയൻ വള്ളം ഓഹരി ഉടമകൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ജോഷി കാവാലത്തിന്റെ നേതൃത്വത്തിലുള്ള തുഴച്ചിൽക്കാർ ആനപ്രമ്പാൽ ക്ഷേത്രക്കടവിലേക്ക് പ്രദർശന തുഴച്ചിൽ നടത്തി. നെപ്പോളിയൻ നിർമ്മിക്കുന്നതിനുള്ള തടിയെത്തിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ഉളികുത്തു കർമ്മം 2023 നവംബർ 21-നും മലർത്തൽ ചടങ്ങ് 2024 ആഗസ്റ്റ് 10-നുമാണ് നടന്നത്. പ്രവാസികളും സ്വദേശീയരുമായ നെപ്പോളിയൻ ബ്രദേഴ്സാണ് വെപ്പ് A ഗ്രേഡ് വള്ളം നിർമ്മിച്ചത്. വള്ളത്തിന് 86 അടി നീളവും 43 അങ്കുലം വീതിയുമുണ്ട്. 49 തുഴച്ചിൽക്കാരും 3 അമരക്കാരും ഉൾപ്പെടെ 52 പേർക്ക് കയറുവാൻ സാധിക്കുന്ന നിലയിലാണ് ഘടന. മുളക്കുഴ പഞ്ചായത്ത് 12ാം വാർഡിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കർഷകർക്ക് 10,000ങ്ങളുടെ നഷ്ടം. കപ്പയും വാഴയും അടക്കമുള്ള എല്ലാ വിളകളും നശിപ്പിച്ചു. പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന അനിൽ രവി എന്ന കർഷകന് മാത്രം 60,000 രൂപയുടെ നഷ്ടമുണ്ടായി. സമീപത്തെ കർഷകരുടെ വിളകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. 60ഓളം വരുന്ന കാട്ടുപന്നികളുടെ കൂട്ടമാണ് കൃഷിയിടങ്ങൾ കുത്തിമറിച്ചതെന്ന് കർഷകർ പറയുന്നു. കമ്പിവേലി ഉണ്ടായിട്ടും രക്ഷയുണ്ടായില്ല. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. സന്ധ്യ കഴിയുന്നതോടെ ഇവ കൂട്ടമായി വരുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങാനും മടിക്കുകയാണ്. പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നു. അത് കൂടുതലും പന്നിയാണ്. പന്നി എലിശല്യം ഉള്ളതാണ്. പിന്നെ കൂടുതൽ ഇപ്പൊ പന്നിയാണ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യമൊക്കെ 1-2 കളഞ്ഞപ്പോ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിച്ച് അതിന് പോട്ടെന്ന് വിചാരിച്ച് നമ്മളത് മണ്ണിട്ട് മൂടുകയും അത് നേരെയാക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയും കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കിയത്. പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൊയ്യാറായ വിളകളാണ് കാട്ടുപന്നികൾ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. ഞങ്ങൾ ഈ കൃഷി കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കടമെടുത്ത് ലോണും എടുത്തിട്ടുണ്ട്, കടങ്ങളും ഉണ്ട്. എൻ്റെ ഭർത്താവിന് വയ്യാത്തതുമാണ്. ഏകദേശം ഒരു ഉദ്ദേശത്തിന്റെ കണക്കനുസരിച്ച് നോക്കണം 50,000 രൂപയുടെ അടുത്ത് ലോൺ കടമുണ്ട് ഇതിന് ചിലവായത്. അവന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ്. മെഡിസിനും കാര്യങ്ങളും അതിന്റെ പുറകിന് നടക്കുന്നു. ഇതിനുകൊണ്ട് നമുക്ക് വേറൊരാളെ വെച്ച് വേണം എല്ലാം ചെയ്യേണ്ടത്. വേറെ വരുമാനങ്ങൾ വേറെ ഒന്നുമില്ല. ഏറെ നാളത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്.
കാട്ടുപന്നികളെ തുരത്താൻ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണം. ഇവിടെ ഈ കാർഷിക വിളകളെല്ലാം കാട്ടുപന്നികൾ കയറി ശല്യം ചെയ്ത് ദിവസം രാത്രി ഇത് ഒരുപാട് ഒരു കടയായിട്ടാണ് വരുന്നത്. ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ 10-20 എണ്ണം കാണും. വന്നിട്ട് ആൾക്കാർ ഉറങ്ങിയതിന് ശേഷമാണ് വന്നു കയറി ഇത് ശല്യം ചെയ്യുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ 2-2.5 ഏക്കർ ഭൂമിയായി നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു 10-500 ഏത്തവാഴ, ചേമ്പ്, കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം വരുന്നതിനകത്ത് കൃഷി. അതിൽ ഇഞ്ചിയും മഞ്ഞളിൽ ശല്യം ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ ഏത്തവാഴയും ചേനയും ചേമ്പും ഈ കിഴങ്ങും മുഴുക്ക കംപ്ലീറ്റ് തുറന്നു മാന്തി തിന്ന് ശല്യപ്പെടുത്തി ഒറ്റ മൂട് പോലും ഇല്ല. ഇപ്പോൾ ഏത്തവാഴ അവിടെ ഇവിടെ ഞാൻ നട്ടതിൻ്റെ ബാക്കി അവശേഷിച്ച് കിടക്കുന്ന ഇപ്പോൾ അത് രാത്രി വന്നിട്ട് തൻ്റെ ഈ കാണുന്നത് അതിനുശേഷം ഇപ്പം ചെയ്യുന്ന രാത്രിയായി. ഇപ്പം 2-3 രാത്രി കൊണ്ട് ഇതാണ് ഈ പാടത്തെ നിലത്തിലെ കപ്പ, ഏത്തവാഴ, ചേമ്പ് ഇതെല്ലാം തന്നെ ഇതേ രീതിയിൽ ഇത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് എനിക്കൊരു ഏത്തവാഴ തന്നെ 400 മൂടാണ് പോയത്. 400 മൂട് ഏത്തവാഴ, 400 മൂട് ചേമ്പ്, 400 മൂട് ചേന ഇതെല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. എനിക്കൊരു 1.5-2 ലക്ഷം രൂപയുടെ കൃഷി ഈ 2 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ഏക്കറിൽ കുലയ്ക്കാറായ ഏത്തവാഴകളാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നഷ്ടമായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും പാകപ്പെടുത്തുന്ന വാഴകളാണ് ഇങ്ങനെ ഇല്ലാതാക്കിയത്. എന്താണ് പരിഹാരമെന്ന് കൃഷിഭവനിൽ ചോദിച്ചിട്ടും മറുപടിയില്ല. സ്വന്തം കയ്യിൽ നിന്നും കാശുമുടക്കി നിർമ്മിച്ച കമ്പിവേലി പോലും കാട്ടുപന്നികൾ നശിപ്പിച്ചതായി കർഷകർ പറയുന്നു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആശാന്റെ കായിക്കരയിലുള്ള ജന്മഗൃഹത്തിൽ നിന്നും ജനുവരി 10 ആരംഭിക്കുന്ന നവോത്ഥാന സന്ദേശയാത്ര ജനുവരി 15 3 മണിക്ക് രാമങ്കരിയിൽ എത്തിച്ചേരും. 16 പല്ലന കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിലാണ് യാത്ര സമാപിക്കുക. നവോത്ഥാന സന്ദേശയാത്രയുടെ പോസ്റ്റർ പ്രകാശനം ആചരണ സമിതി സെക്രട്ടറി NI തോമസ് നിർവഹിച്ചു. ജാഥയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്നതിനായി ജനുവരി 2 വ്യാഴാഴ്ച 3 മണിക്ക് രാമങ്കരി SNDP ഹാളിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്താൻ കുട്ടനാട് താലൂക്ക് കുമാരനാശാൻ ആചരണ സമിതി യോഗം തീരുമാനിച്ചു. രാമങ്കരി രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തോടനുബന്ധിച്ച് പല്ലന കായിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര 15-ാം തീയതി രാമങ്കരിയിൽ എത്തുന്നതാണ്. ആ യാത്രയ്ക്ക് ഉചിതമായ സ്വീകരണം കൊടുക്കുന്നതിനും ഗംഭീരമായ യാത്ര വിജയിപ്പിക്കുന്നതിനുമായി രാമങ്കരി നാളെ ഉച്ച കഴിഞ്ഞ് SNDP ഹാളിൽ വെച്ച് ഒരു വിപുലമായ സ്വാഗത സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സ്വാഗത സംഘ രൂപീകരണത്തിനായി കഴിയുന്നത്ര സഹൃദയരായ എല്ലാ നല്ല ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആചരണ സമിതി ഭാരവാഹികളായ ബൈജു കാരാഞ്ചേരി, CK കൃഷ്ണകുമാർ, അലക്സ് നെടുമുടി, ലിജു വിദ്യാധരൻ, ആശാജി കിടങ്ങൂർ, PG സലീംകുമാർ, മോഹനൻ മാമ്പുഴക്കരി, ബിജു സേവ്യർ, PR സതീശൻ എന്നിവർ സംസാരിച്ചു. അയ്യപ്പ സന്നിധിയിൽ നാദോപാസനയുമായി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും. ചൊവ്വാഴ്ച രാത്രി മല കയറിയെത്തിയ സംഘം ബുധനാഴ്ച രാവിലെ 8:30യോടെയാണ് അയ്യപ്പ സന്നിധിയിൽ നാദവിസ്മയം തീർത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ ശ്രീകാന്ത്, ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത്. കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളിനേഴി ആനന്ദും ഇടംതലയിലും, വെള്ളിനേഴി രാംകുമാർ, കീനൂർ സുബീഷ്, തൃശൂർ ശബരി, ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലംതലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു. മട്ടന്നൂർ അജിത് മാരാർ, വെള്ളിനേഴി വിജയൻ, കല്ലുവഴി ശ്രീജിത്ത്, പുറ്റേക്കാട് മേഘനാഥൻ, തൃക്കടീരി ശങ്കരൻകുട്ടി, മട്ടന്നൂർ ശ്രീശങ്കർ മാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി. ADGP S ശ്രീജിത്ത്, ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് A അജികുമാർ എന്നിവർ ചേർന്ന് മട്ടന്നൂരിനെ സ്വീകരിച്ചു. തായമ്പകയ്ക്ക് ശേഷം അയ്യപ്പനെ ദർശിച്ചാണ് സംഘം മടങ്ങിയത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയും തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയും ചേർന്ന് നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു.
ജനുവരി 6 മുമ്പ് അപേക്ഷിക്കണം. യോഗ്യത +2. കൂടുതൽ വിവരങ്ങൾക്ക് 9455999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ 5 വർഷത്തിൽ കൂടുതൽ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ നികുതി അടയ്ക്കുന്നതിന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു. പൊളിഞ്ഞുപോയ വാഹനങ്ങൾ, റവന്യൂ റിക്കവറി നേരിടുന്ന വാഹനങ്ങൾ എന്നിവയ്ക്ക് അഡീഷണൽ ടാക്സ്, പലിശ എന്നിവയുൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾക്ക് 40%, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 30% നികുതി ഇളവ് അനുവദിക്കും. സൗജന്യ നിരക്കിൽ നികുതി അടച്ച് 100 രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം നൽകിയാൽ ഭാവിയിലുണ്ടാകുന്ന നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 2020 മാർച്ച് 31 വരെ നികുതി അടച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. മാർച്ച് 31 വരെയാണ് ഒറ്റത്തവണ പദ്ധതിയുടെ കാലാവധി. കോട്ടയം RT ഓഫീസിലും ജില്ലയിലെ എല്ലാ സബ് RT ഓഫീസുകളിലും ഈ സൗകര്യം ലഭിക്കും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തുകളിൽ ചെങ്ങന്നൂർ താലൂക്കിലേത് ജനുവരി 13 ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലും, മാവേലിക്കര താലൂക്ക് അദാലത്ത് ജനുവരി 14 മാവേലിക്കര ബിഷപ്പ് ഹോഡ്ജസ് സ്കൂളിലും നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.